യെസ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേരെ നമുക്ക് പശ്ചിമ ബംഗാളിലേക്കും തമിഴ്നാട്ടിലേക്കും ഒന്ന് പോകേണ്ടതുണ്ട്. കാരണം രണ്ട് സംസ്ഥാനങ്ങൾ ഇന്നിപ്പോൾ വിധി എഴുതി തുടങ്ങിയിരിക്കുകയാണ്. രാവിലെ 7 മണിക്ക് രണ്ട് സംസ്ഥാനങ്ങളിലും അശ്വതി വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. നേരെ നമുക്ക് ബംഗാളിലേക്കൊന്ന് പോകണം. കാരണം മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ വളരെ ഉറ്റുനോക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിൽ ഇത്തവണ കടുത്ത പോരാട്ടം BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിലാണ്. 2011 മുതൽ അവിടെ TMCയുടെ ഭരണമാണെങ്കിൽ ഇത്തവണ BJP അവിടെ അധികാരത്തിലെത്തുമെന്ന അഭിപ്രായ സർവേകൾ ഒരുപോലെ വിരൽ ചൂണ്ടുന്നു. കാരണം 2016 BJPക്ക് 3 MLA-മാർ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് 2021 ആകുമ്പോൾ അവിടെ 76 MLA-മാരുണ്ടായി. അതായത് ചെറിയൊരു വളർച്ചയല്ല, ഗ്രാഫ് വലിയൊരു വളർച്ച, ഒറ്റയടിക്കാണ് ഗ്രാഫ് മുകളിലോട്ട് പോകുന്നത്. അതെ, അപ്പൊ എന്തായാലും അതിന് വഴിവെച്ചത് നമ്മുടെ മമതയെന്ന് കൂടി പറയേണ്ടി വരും. കാരണം ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്, സ്ത്രീ സുരക്ഷയില്ല, അങ്ങനെ വികസനം മുരടിപ്പോണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ദിലീപാണ് വിവരങ്ങളുമായിട്ട് ചേരുന്നത്. ദിലീപ്, പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഈ തവണ TMC വേഴ്സസ് BJP എന്ന നിലയിലുള്ള അതിശക്തമായ പോരാട്ടം നടക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം വിവിധ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. പ്രത്യേകിച്ച് SIR-ന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഏതാണ്ട് 91 ലക്ഷത്തോളം അനധികൃത വോട്ടർമാർ, പ്രത്യേകിച്ച് അത് ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃതമായിട്ട് കുടിയേറിയ ആളുകളാണ്. അവരായിരുന്നു TMCയുടെ എല്ലാ കാലത്തെയും ശക്തി കേന്ദ്രങ്ങളായി അവർ കണ്ടിരുന്നത്. അപ്പോൾ അവരെല്ലാം മാറ്റപ്പെട്ടതിന് ശേഷം SIR നടപ്പാക്കിയതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ എന്താണ് അവിടുത്തെ പൊളിറ്റിക്കൽ സാഹചര്യം? എന്താണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ, ഈ 152 മണ്ഡലങ്ങളുടെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എന്താണ്? ആർക്കാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ ഈ മണ്ഡലങ്ങളിൽ മേൽക്കൈ ഉണ്ടായിരുന്നത്? ദിലീപ്, ഗൗതം, എന്തായാലും ഇപ്പോൾ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 7 മണിക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കൃത്യമായി തന്നെ വളരെ സുരക്ഷാ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോളിംഗ് നടക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ശക്തമായ രീതിയിൽ തന്നെ മുൻകാലങ്ങൾ, അതായത് 2021 ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ വീട്ടുതടങ്കൽ, അത് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ വീട്ടുതടങ്കൽ തന്നെ ഇരുത്തേണ്ട സാഹചര്യമുണ്ടായി. ആ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ശക്തമായ രീതിയിലുള്ള സുരക്ഷ തന്നെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. കേന്ദ്രസേനയും അതോടൊപ്പം തന്നെ പോലീസ് സേനയും വിന്യസിച്ചിട്ടുള്ള ശക്തമായ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഈ 152 മണ്ഡലങ്ങളിൽ ഇപ്പോൾ നിലവിൽ വിന്യസിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗൗതം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലാണ് BJPയുടെ ഈ ഒരു പൊതു തെരഞ്ഞെടുപ്പ് പരിപാടി, റാലികൾ എല്ലാം തന്നെ സജ്ജീകരിച്ചത്. അതുകൊണ്ട് തന്നെ ശക്തമായ രീതിയിൽ തന്നെ BJP അവിടെ മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രാദേശിക തലത്തിൽ പോലും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് BJP വളരെയധികം അനുകൂലമാകാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭരണവിരുദ്ധത തന്നെയാണ്. ഇത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയം. അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ വനിതകളെ വീട്ടിൽ തന്നെ, അത് അടുക്കളയിൽ തന്നെ നിർത്തണം എന്നൊരു നിലപാടിലേക്ക് തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടി വന്നത് വളരെയധികം ചർച്ചയ്ക്കിടയായി. അതുകൊണ്ട് തന്നെ BJP സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അനുകൂലമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് SIR വിഷയം തന്നെയാണ്. ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെ SIR വിഷയം, അതായത് വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ തന്നെ ബംഗ്ലാദേശിൽ നിന്നും ഒട്ടനവധി നുഴഞ്ഞു കയറ്റക്കാർ ഈ ബംഗ്ലാദേശിൽ ഇടം പിടിക്കുകയും അവർക്ക് വ്യാജ തിരഞ്ഞെടുപ്പ് ID കാർഡ് കൊടുക്കുകയും ചെയ്യുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ ഒരു വിഷയത്തിൽ ഗാഢമായി രീതിയിലുള്ള വിലയിരുത്തൽ നടത്തുകയും 90 ലക്ഷത്തിലധികം പേരെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. അതും BJP സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമാകും. കാരണം മുൻകാലങ്ങളിൽ നാം കണ്ടതാണ് ഇത്തരത്തിലുള്ള വ്യാജ ID കാർഡ് അടക്കമുള്ള വിവാദം വന്നിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇത്തരത്തിലുള്ള ശക്തമായ നടപടി സ്വീകരിച്ചത്. എന്തായാലും നിലവിൽ 294 ലോക്സഭാ സീറ്റുകളുടെ എണ്ണമെന്ന് പറയുന്നത്. നിലവിൽ 77 BJPയുടെ സീറ്റ്, 233 തൃണമൂൽ കോൺഗ്രസിൻ്റെ സീറ്റ് എന്ന് പറയുന്നത്. നിലവിൽ എന്തായാലും BJP സംബന്ധിച്ചിടത്തോളം വളരെ അധികം സീറ്റ് ഭരണത്തിൽ വരാനുള്ള വളരെ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഭരണവിരുദ്ധ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗൗതം, ഓക്കെ ദിലീപ്, എന്തായാലും പശ്ചിമ ബംഗാളിൽ രാവിലെ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ഇത്തവണ ചരിത്രത്തിൽ മുൻപൊരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള കേന്ദ്രസേനയുടെ സാന്നിധ്യമാണ് അശ്വതി ഏറ്റവും ശ്രദ്ധേയമെന്നത്. കാരണം ബംഗാള് വല്ലാത്ത രീതിയിൽ അക്രമ രാഷ്ട്രീയം അരങ്ങേറുന്ന ഒരു സംസ്ഥാനമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരുപാട് ആളുകൾ വോട്ടെടുപ്പിൻ്റെ അന്ന് കൊല്ലപ്പെടുകയാണ്. അതെ, വോട്ടെടുപ്പിന്റെ ദിവസങ്ങളിൽ മാത്രം അല്ലാതെ അവിടെ എന്തുമാത്രം ക്രമസമാധാന പ്രശ്നങ്ങളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ മനുഷ്യരൊക്കെ എങ്ങനെ താമസിക്കുന്നതിനെ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അതെ, അത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് സ്വാധീനമുള്ള 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് അക്രമ രാഷ്ട്രീയമുള്ളത്. അത് ബംഗാൾ, ത്രിപുര, കേരളമാണ്. ഞാനത് ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വേറൊരു സംസ്ഥാനത്തും രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയില്ല.
അടിയും പിടിയില്ല. ഇപ്പൊ ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. അശ്വതി എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഗുജറാത്തിൽ കോൺഗ്രസ് ഓഫീസ് തീയിട്ടു? അങ്ങനെ യു പിയിൽ സമാജ്വാദി പാർട്ടിയുടെ ഓഫീസ് തീയിട്ടു, അല്ലെങ്കിൽ നേതാവിനെ വെട്ടിക്കൊന്നു, BJP നേതാവിനെ വെട്ടി, അങ്ങനത്തെ വാർത്തകൾ നമുക്ക് കാണാൻ പറ്റുന്ന 3 സംസ്ഥാനങ്ങളിലുള്ള അത് ബംഗാൾ, ത്രിപുര, കേരളം. കാരണം അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ കുറവല്ല, ബംഗാളിനും ത്രിപുരയും കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ കുറവാണെന്നാണ്. അവിടെ ആയിരക്കണക്കിന് ആളുകൾ കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ട്. അപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം സ്വാഭാവികമായിട്ടും നിലനിൽക്കുന്നതിൻ്റെ ഭാഗമാണ്. കാരണം എതിർ രാഷ്ട്രീയ ചേരി അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടില്ല, അവിടെ ഇലക്ഷൻസ് ഇല്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ തെരഞ്ഞെടുപ്പില്ല, കാരണം അവർ മാത്രമേ ഉള്ളൂ. എതിർ രാഷ്ട്രീയ ചേരിയെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ 3 സ്റ്റേറ്റുകളിൽ മാത്രം അക്രമ രാഷ്ട്രീയം അരങ്ങേറുന്നത്. വേറൊരു സ്റ്റേറ്റിലും ഇലക്ഷൻ സമാധാനപരമായിരിക്കും. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇന്ന് ഇലക്ഷൻ നടക്കണം, അവിടെ കാര്യമായ അക്രമം ഉണ്ടാകത്തില്ല. പക്ഷേ ബംഗാൾ നമ്മൾ പേടിക്കണം, അവിടെ അക്രമം ഉണ്ടാകും. കാരണം ബംഗാളിലെ ഇപ്പോഴത്തെ TMC-കാരെന്ന് പറയുന്നത് പഴയ സഖാക്കളാണ്, അവർ മാറി TMC ആയതാണ്. അപ്പോൾ അതാണ് ഗൗതമിന് രാവിലെ വല്ലാത്തൊരു ഊർജ്ജം. ശരി, നമുക്ക് ഇതേ ഊർജ്ജത്തോടുകൂടി നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോയാലോ? അങ്ങ് തമിഴ്നാട്ടിൽ ഇങ്ങ് തമിഴ്നാട്, ഇങ്ങ് തമിഴ്നാട്ടിലേക്ക് പോയാലോ? യെസ്.